Hi everyone, welcome back to Wisdom Academy classes. So, നമ്മളുടെ എക്സാംസ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11th മാത്സ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യണം. അടുത്ത എക്സാം സയൻസ് ആണ്. അതിലും നന്നായി തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് +1 +2 സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മാർക്സ് ആണ് സയൻസിലും മാത്സിലും. അപ്പോൾ അതിൽ ബാക്കിയുള്ളതിൽ മാർക്ക് വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ഈ 2 സബ്ജക്ട്സിനാണ്. അപ്പം നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. നന്നായി അതായത് ഇപ്പം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുത്താൽ ഒബ്വിയസ്ലി എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. എത്രത്തോളം പറ്റുന്ന അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി സാറ്റർഡേ ആവാൻ ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ. മാക്സിമം ചെയ്യുക. അതേമാതിരി തന്നെ 11th ഇൻ ബിറ്റ്വീൻ സോഷ്യൽ ഉണ്ടെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ഇട ദിവസങ്ങളിലൊക്കെ മാത്സ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. കാരണം മാത്സിന് ആകെ 3 ദിവസമേ കിട്ടുന്നുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ആ 3 ദിവസത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ഇരുന്ന് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ ഇൻ ബിറ്റ്വീൻ സോഷ്യലിന്റെ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ, കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഈ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ആ സമയമാകുമ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കി വെക്കുക. ഓക്കെ, ശരി. അപ്പൊ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 7th ക്വസ്റ്റ്യൻ. എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ആണ്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, പോയി വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ദിസ് ഈസ് അവർ 7th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ടവർ മാറ്റിയിട്ട്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ടവർ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരു ട്രാൻസ്മിഷൻ ടവർ കേട്ടോ. ട്രാൻസ്മിഷൻ ടവർ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിന് പകരം ഒരു ഫ്ലാഗ് സ്റ്റഫ് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പെഡസ്റ്റൽ നിൽക്കുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അപ്പൊ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ് അവർ ആ രീതിക്ക് എന്ത് ചെയ്തത്, മാറ്റി ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 3 ടൈപ്പിൽ ചോദിക്കാം. ബിൽഡിങ്ങിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും നിൽക്കുന്നതായിട്ട്, പെഡസ്റ്റൽ നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റഫ് നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടവർ നിൽക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു പാരാമീറ്റർ നിൽക്കുന്ന മാതിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് നിൽക്കുന്ന മാതിരി ഒക്കെ അവർക്ക് മാറ്റി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതായത് ഈ ഒരു ഫിഗറായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലേക്ക് ഒതുക്കി പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ശരി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാന്ന് നോക്കാം. From a point on the ground, the angles of elevation of the top and bottom of a transmission tower fixed at the top of a 20-meter high building are 45 degree and 60 degree respectively. Find the height of the tower. ഇപ്പൊ ആദ്യം ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചാലൊന്നും നമുക്ക് മാത്സ് ഒന്നും തലയിൽ കയറില്ല. ബിക്കോസ് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും എക്സാം എഴുതുമ്പോൾ. അപ്പൊ ഒരു പ്രാവശ്യം വായിക്കുക, 2ാമത്തെ പ്രാവശ്യം വായിച്ച് അതൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. 3ാമത്തെ പ്രാവശ്യം വീണ്ടും ഒന്ന് വായിച്ച് ഒന്നും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് 4ാമത്തെ പ്രാവശ്യം ആ ഫിഗറും ആ ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സമയം സ്പെൻഡ് ആക്കണം എന്നുള്ള ഒരു ഇതിലിരിക്കണം. ഇപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ സമയം കുറച്ചെടുത്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്, ഫിഗർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസിന് കുറച്ചധികം നേരം എടുത്ത് തന്നെ എന്ത് ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് മൈ AB എന്ന് പറഞ്ഞിട്ടുള്ളത് ബിൽഡിംഗ് ആണ്. 20 മീറ്റർ ബിൽഡിംഗ് ആണ്. ഈ 20 മീറ്റർ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ വെച്ചിരിക്കുന്നു. അതാണ് ഇപ്പൊ ആകെ അറിയേണ്ടത് കേട്ടോ. നോക്കി ട്രാൻസ്മിഷൻ ടവർ വിച്ച് ഇസ് ഫിക്സ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ 20 മീറ്റർ ഹൈ ബിൽഡിംഗ്. നോക്കി 20 മീറ്റർ ഹൈ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മളൊരു ട്രാൻസ്മിഷൻ ടവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ബോട്ടം. അപ്പൊ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് ഈ ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടം ഏതാണ്, ഏറ്റവും താഴ്ഭാഗം അതേതാണ്, ഇതാണ് ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടം. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഈ ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് 45 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ സെയിം പോയിന്റിൽ നിന്ന് ട്രാൻസ്മിഷൻ ടവറിന്റെ ടോപ്പിലേക്കുള്ള ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ളത്, 60 ഡിഗ്രി. അപ്പൊ 45ഉം 60ഉം മാറ്റി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറും അനാലിസിസും തെറ്റിപ്പോവും. അപ്പൊ ബോട്ടം പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്മിഷന്റെ ബോട്ടം പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്. ഈ A എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്കുള്ള ഇൻക്ലിനേഷൻ ആണ് 45 ഡിഗ്രിയും ടോപ്പ് ടവറിലേക്ക് പോകുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് 60 ഡിഗ്രി. എന്താണ് ചോദിച്ചിട്ടുള്ളത്?
ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് AC ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. വേണമെങ്കിൽ AC റീപ്ലേസ് ചെയ്ത് H എന്നോ X എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ AC, ലെറ്റ് AC ഇസ് ഈക്വൽ ടു H മീറ്റർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ H ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. H മീറ്റർ. ഓക്കെ. സോ ആദ്യം നമുക്ക് ഇൻ ട്രയാങ്കിൾ ABP, എല്ലാ അനാലിസിസും ഇങ്ങനെയാണ്. രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റർ കണ്ടുപിടിക്കുക. ഓക്കെ. ഇൻ ട്രയാങ്കിൾ ABP നമുക്ക് എന്ത് എഴുതാം, AB ബൈ BP ഇസ് ഈക്വൽ ടു tan 45. എടുക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആംഗിൾ ആണ് കേട്ടോ, ഇത് ഈ ഒരു ആംഗിൾ. ഓർ AB ഇസ് ഈക്വൽ ടു BP ബിക്കോസ് tan 45 എത്രയാണ്, 1 ആണ്. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് AB ഈക്വൽ ടു BP ഈക്വൽ ടു 20 മീറ്റർ കിട്ടി. ഇൻ ട്രയാങ്കിൾ CBP, ഈ മൊത്തം ട്രയാങ്കിൾ CBP, we get that BC by BP equal to tan 60. or BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AB യുടെ കൂടെ ഈ 20യുടെ കൂടെ ഈ H എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 20 plus H by 20 is equal to tan 60. tan 60 എത്രയാണ്, √3 ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 20 plus H is equal to 20 √3 or H is equal to 20 √3. ഈ 20 ഇങ്ങോട്ട് പോകുമ്പോൾ it is 20 minus 20 അല്ലേ, or 20 into √3 minus 1. ഇതായിരിക്കും നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക, H എന്ന് പറഞ്ഞിട്ടുള്ള ഹൈറ്റ് ഓഫ് ദ ടവർ വരുന്നുണ്ടാവുക. ഇനി √3 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് അറ്റ് പ്രസന്റ് √3യുടെ വാല്യൂ തന്നിട്ടില്ല, അപ്പൊ √3 അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. √3യുടെ വാല്യൂ എത്രയാണ്, 1.732 ആണ്. അപ്പൊ തരാത്ത സ്ഥിതിക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചില്ലെങ്കിലും യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. അല്ല √3യുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് വേണം ആൻസർ എഴുതാൻ, എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഇസ് അവർ 9th ക്വസ്റ്റ്യൻ. ഇൻ ബിറ്റ്വീൻ ഒരു 8th ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പൊ 8th ക്വസ്റ്റ്യൻ നമ്മളുടെ 7th ക്വസ്റ്റ്യന്റെ സെയിം ഫിഗർ മാതിരി തന്നെയാണ്. നമ്മൾ ആ 7th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ട്രാൻസ്മിഷൻ ടവറിന് പകരം പെഡസ്റ്റൽ വരാം, ഫ്ലാഗ് സ്റ്റഫ് വരാം എന്നൊക്കെ. ഇപ്പൊ ഈ 8th ക്വസ്റ്റ്യനിൽ അവിടെ പറഞ്ഞിട്ടുള്ളത് പെഡസ്റ്റലിന്റെ കേസാണ്. അപ്പൊ ആ ട്രാൻസ്മിഷൻ ടവർ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് മാറ്റിയാൽ മതി, പെഡസ്റ്റൽ ആക്കിയാൽ മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ സെയിം ഫിഗർ തന്നെയാണ്, അനാലിസിസ് നിങ്ങൾ അതേമാതിരി ചെയ്യാം. അവിടെ കണ്ടുപിടിക്കാനുള്ളത് ഐ തിങ്ക് ഓക്കെ, പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ്. പെഡസ്റ്റലിന്റെ മോൾഡ് സ്റ്റാച്യു എന്നാണ് കേട്ടോ, സോറി, പെഡസ്റ്റലിന്റെ മോൾഡ് സ്റ്റാച്യു എന്നാണ്. 7th ക്വസ്റ്റ്യനിൽ ബിൽഡിങ്ങിന്റെ മോൾഡ് ട്രാൻസ്മിഷൻ ടവർ എന്നാണ്. അപ്പൊ അതേമാതിരി തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിലേറ്റ് ചെയ്ത് വരച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ 8th ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. 7th ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി തന്നെ 8th ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സെയിം ഫിഗർ തന്നെയാണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ 9th ക്വസ്റ്റ്യൻ. ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അതായത് ഒന്നിന്റെ ഫൂട്ടിൽ നിന്ന് മറ്റേതിന്റെ ടോപ്പിലേക്കും മറ്റേതിന്റെ ഫൂട്ടിൽ നിന്ന് മറ്റേതിന്റെ ടോപ്പിലേക്കും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻസ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഫിഗറും മിക്കവാറും നമുക്ക് കൺഫ്യൂസിങ് ടൈപ്പ് ഫിഗേഴ്സ് ആയിരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായി തന്നെ ഫിഗർ വരച്ച് ചെയ്യാൻ പഠിക്കുക കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്, the angle of elevation of the top of a building from the foot of the tower is 30 degree. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ടവർ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ടവറിന്റെ ഫൂട്ടിൽ നിന്ന്, അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ബിൽഡിംഗ് വരയ്ക്കണം, ഒരു ടവർ വരയ്ക്കണം. ദാറ്റ് ഇസ് ബിൽഡിംഗ് ആൻഡ് ടവർ. ടവറിന്റെ ഫൂട്ടിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കുള്ള ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് 30 ഡിഗ്രി തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ടവറിന്റെ ഫൂട്ടിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് 30 ഡിഗ്രി വരച്ചു. ഇതാണ് എന്റെ ടവർ, ഇതാണ് നമ്മളുടെ ബിൽഡിംഗ്. നമ്മൾ ആദ്യം ബിൽഡിങ്ങും ടവറും ഫിക്സ് ചെയ്യാം. അതിന് ശേഷം ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചു നോക്കുക. ടവറിന്റെ ഫൂട്ടിൽ നിന്ന്, ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് 30 ഡിഗ്രി. അതാണ് നമ്മളിപ്പോ വരച്ചത്. ആൻഡ് നെക്സ്റ്റ്
ദ ആംഗിൾ ഓഫ് എലിവേഷൻ, എലിവേഷൻ ആംഗിൾ ആണ്, ദാറ്റ് ഇസ് മുകളിലേക്കുള്ള ആംഗിൾ ആണ് കേട്ടോ. ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ, ടവറിന്റെ ടോപ്പിലേക്ക് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്നുള്ള എലിവേഷൻ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ഗിവൺ ടവർ ഹൈറ്റ് is 50 മീറ്റർ. ടവറിന്റെ ഹൈറ്റ് 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ടവറിന്റെ ഫൂട്ടിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കും ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്കും, കണ്ടോ ക്രോസ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് എ ബി. എ ബി എന്താണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് എ ബി ഇസ് ഈക്വൽ ടു h മീറ്റർ. ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിളും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് അനാലിസിസ് ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ ബി ക്യു പി, ബി ക്യു പി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് പി ക്യു ബൈ ബി ക്യു ഇസ് ഈക്വൽ ടു ടാൻ 60 അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പി ക്യു എത്രയാണ്? 50 ബൈ ബി ക്യു ഇസ് ഈക്വൽ ടു ടാൻ 60 എത്രയാണ്? √3 or 50 by √3 is equal to BQ. Rationalization individually ചെയ്യണമെന്നില്ല, ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. സോ BQ is 50 by √3. നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ ABQ, നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കുന്നതെന്നുള്ളത് പ്രത്യേകം എഴുതണം കേട്ടോ. വെറുതെ PQ by BQ equal to 960 അങ്ങനെയല്ല എഴുതേണ്ടത്. You should write properly which triangle you are considering for analysis. അനാലിസിസ് ചെയ്യാൻ ഏത് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യണേ എന്നുള്ളത് പ്രത്യേകം എഴുതുക തന്നെ വേണം. അങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതികളും നിങ്ങൾ എന്ത് ചെയ്യാം? അഡാപ്റ്റ് ചെയ്യാം. സോറി, ഇറ്റ് ഈസ് AB by BQ is equal to tan 30 or AB by BQ is equal to tan 30 എത്രയാണ്? 1 by √3 ആണ്. AB H ആണ്. സോ h √3 is equal to നമുക്ക് എന്ത് കിട്ടി? BQ എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ 2. നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇക്വേഷനിലും കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരേ പാരാമീറ്റർ തന്നെയാണ്, ദാറ്റ് ഇസ് BQ അല്ലെ. BQ ആണ് ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇവിടെ രണ്ടവിടെയും കണ്ടുപിടിച്ചത് BQ ആയതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻ 1 and 2 BQ സെയിം ആയതുകൊണ്ട് തന്നെ we can write 50 by √3 is equal to h √3 or 50 by √3 into √3 is equal to നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? h എന്ന് എഴുതാൻ പറ്റും. h √3 ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? 50 by √3 into √3 എന്ന് വരും. or 50 by 3 is equal to we will be getting as h. അപ്പൊ 50 by 3 എന്തായിട്ട് കിട്ടും? h ആയിട്ട് കിട്ടും. 50 by 3 എത്രയാന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. സോ h is equal to 50 by 3 meter. 50 by 3 meter എത്ര ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 50 by 3 എത്രയാണ്? 1 3 20 16 18 20. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റേഷൻ പോവും. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് 16.7 മീറ്ററിനോ അല്ലെങ്കിൽ 66 മീറ്ററിനോ എത്രയാന്ന് വെച്ചാൽ എഴുതും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പും ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഇനി അങ്ങോട്ടേക്ക് പറയുന്ന ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ, ഐ തിങ്ക് 15th and 16th ക്വസ്റ്റ്യൻസ് ആർ ഡിലീറ്റഡ്. 15ാമത്തെയും 16ാമത്തെയും ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ആക്ച്വലി ചില സ്കൂളിൽ അത് എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ആക്ച്വലി CBSE സിലബസ് പ്രകാരം 15th and 16th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 14th ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഇനി അങ്ങോട്ട് പറയുന്നത്, അതായത് ഏകദേശം ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട്
സോറി 7 അല്ല 6th. ആറാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് ചോദിക്കാൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക. അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല പറയുന്നത്, അതൊക്കെ MCQ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 6 തൊട്ടിട്ട് 14 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫിഗേഴ്സ് ഒരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം വരച്ച് അനാലിസിസ് ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ അത്രയും ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് സ്പീഡിൽ വരയ്ക്കാനായാലും സ്പീഡിലായിട്ട് അനാലിസിസ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. ഓക്കെ, so this is our 10th question. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കി നോക്കാം. Two poles of equal heights are standing opposite each other on either side of the road which is 80 meter wide. അതായത് രണ്ട് പോള് നിൽക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും. ഇപ്പൊ സപ്പോസ് നമ്മളുടെ KCB പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ പോസ്റ്റ് എന്താണ്, ഈക്വൽ ഹൈറ്റിലുള്ള രണ്ട് പോസ്റ്റ് റോഡിന്റെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്, ആ സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് രണ്ട് പോള് ഈക്വൽ ഹൈറ്റ് ആണ്. അപ്പൊ ഈക്വൽ ഹൈറ്റിലുള്ള രണ്ട് പോള് വരച്ചു. വിച്ച് ആർ ഡിസ്റ്റൻസ് എന്താണ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് 80 മീറ്റർ ആണ്. അപ്പൊ 80 മീറ്റർ ആണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, from a point between them on the road the angle of elevation to the top of the poles are 60 degree and 30 degree respectively. Find the height of the poles and distance of the point from the poles. Okay, പറഞ്ഞിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ, ഈ റോഡിന്റെ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിന്റെ ഇൻ ബിറ്റ്വീനിലെ ഒരു പോയിന്റിൽ നിന്ന് അതാണ് നമ്മൾ 6 ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ 6 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് ഈ രണ്ട് പോളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻസ് ആണ് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും തന്നിട്ടുള്ളത്. സോ വി ആർ മാർക്കിംഗ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ആസ് 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. എന്നിട്ട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഹൈറ്റ് ഓഫ് ദ പോൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ PQ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ AB കണ്ടുപിടിക്കുക. ബിക്കോസ് ദേ ആർ ഈക്വൽ, നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. അതേമാതിരി തന്നെ ഈ 6 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ എൻഡ്സ്, ദാറ്റ് ഇസ് Qയിൽ നിന്നുള്ള 6ലേക്കുള്ള ഡിസ്റ്റൻസും Bയിൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ആർ പ്രൊവൈഡഡ് ദാറ്റ് BQ ഇസ് 80 മീറ്റർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ QR ഞാൻ ഒരു X ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ BR എന്തായിരിക്കും, 80യിൽ നിന്ന് X പോയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 80 മൈനസ് X. ഓക്കെ, അപ്പൊ QR X ആണെങ്കിൽ BR എന്താണ്, 80 മൈനസ് X ആണ്. ഈ പോൾ ഹൈറ്റ് H ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് AB is equal to PQ is equal to H meter, QR is equal to X meter, therefore BR is equal to 80 minus X meter. എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ടീച്ചേഴ്സിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിരിക്കും നിങ്ങൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. നൗ in triangle PQR we can write PQ by QR is equal to tan 60, or PQ H ആണ്, QR എത്രയാണ്, X ആണ്, is equal to tan 60 എത്രയാണ്, √3 ആണ്, or H is equal to X √3 എന്ന് എഴുതാം. ഇക്വേഷൻ 1. ഞാൻ എന്താണ് Hന്റെ ടേംസിൽ കണ്ടുപിടിക്കാൻ കാരണം, ബിക്കോസ് ഈ ഒരു ട്രയാങ്കിൾ എടുത്താലും കോമൺ ആയിട്ട് വരുന്ന പാരാമീറ്റർ എന്താണ്, H ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിളിലും H കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ മാതിരി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന പാരാമീറ്റർ ആദ്യം എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ. അതുകൊണ്ടാണ് H എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ കണ്ടുപിടിക്കാൻ കാരണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത അനാലിസിസിലേക്ക് പോവാണ്. ഇൻ ട്രയാങ്കിൾ ABR, AB by BR is equal to tan 30. AB എത്രയാണ്, H ആണ്, BR എത്രയാണ്, 80 മൈനസ് X ആണ്, സോറി X is equal to 1 by √3, or H is equal to 80 minus X by √3. This is equation 2. കണ്ടോ, ഇക്വേഷൻ 1ലും 2ലും നമ്മൾ കണ്ടുപിടിച്ചത് എന്ത് തന്നെയാണ്, H തന്നെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. So from equation 1 and 2 we get X √3 is equal to 80 minus X by √3. ഇപ്പൊ ഇവിടെ നോക്കൂ, ആകെ അൺനോൺ പാരാമീറ്റർ എന്താണ്, X ആണ്. സോ ഈ √3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ, √3 into √3 that is 3. 3x is equal to 80 minus x. ഈ ഒരു x ഇങ്ങോട്ട് പോകുമ്പോൾ it is 4x is equal to 80. ഇത് പോസിറ്റീവ് x ആവും. 3x plus x എന്താണ്, 4x ആണ്. or x is equal to 80 by 4 is equal to 20 meter.
ഇപ്പൊ എക്സ് 20 മീറ്റർ ആണെങ്കിൽ ക്യു ആർ എന്തായിരിക്കും 20 മീറ്റർ ആയിരിക്കും. ദാറ്റ് ഇസ് ക്യു ആർ ഇസ് ഈക്വൽ ടു 20 മീറ്റർ. നൗ ബി ആർ എത്രയാണ്? ബി ആർ ഇസ് 80 minus 20, it is equal to 60 meter. നെക്സ്റ്റ് നമുക്ക് എ ബി അല്ലെങ്കിൽ എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്രം ഇക്വേഷൻ 1 h is equal to x root 3 ആണ്, or h is equal to 20 root 3. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 20 root 3 ആണ്. കിട്ടിയില്ലേ? ക്യു ആർ കിട്ടി, ബി ആർ കിട്ടി, അതേമാതിരി തന്നെ എച്ചും കിട്ടി കഴിഞ്ഞു. ഇതല്ലേ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേ? കിട്ടി കഴിഞ്ഞില്ലേ? അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കോമൺ ആയിട്ടുള്ള പാരാമീറ്റർ ഏതാണോ അതിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അതിന് ശേഷം രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So we are moving on to next question. ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചില്ലെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ, അതായത് ഇതേ ഫിഗർ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ക്രോസ് ചെയ്ത രീതിയിൽ വരയ്ക്കുന്നത്, അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു. അതേമാതിരി തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് 12th ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കണം. ഫിഗർ വരയ്ക്കാനാണ് ഇതിലൊക്കെ കൺഫ്യൂഷൻ വരിക. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ 7 meter ഹൈ ബിൽഡിംഗ്, ഒരു 7 meter ഹൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 7 meter ഹൈ ബിൽഡിംഗ് ആദ്യം ഫിക്സ് ചെയ്യാം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ കേബിൾ ടവർ ഇസ് 60 degree. ഓക്കെ, അപ്പൊ 7 meter ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കണം, ഫ്രം ദ ടോപ്പ് ഓഫ് എ 7 meter ബിൽഡിംഗ്. അപ്പൊ 7 meter ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് കേബിൾ ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. അത് തന്നാൽ തന്നെ മനസ്സിലായി ടവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ബിൽഡിങ്ങിനേക്കാളും വലുതാണ്. ബിക്കോസ് ഒരു തന്നിട്ടുള്ള ഒരു സംഭവം വലുതായാൽ മാത്രമാണ് താഴെയിൽ നിന്ന് അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടവർ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ഇൻ സൈസ് ആസ് ദാറ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പൊ ബിൽഡിങ്ങിനേക്കാളും വലുതാണ് എന്ത്? ടവർ. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നത് കൊണ്ട് തന്നെ അവർ ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ടവർ ബിൽഡിങ്ങിനേക്കാളും വലുതാണ്. ഓക്കെ, അപ്പൊ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, and the angle of depression to its foot is 45 degree. Find the height of the tower. അപ്പോൾ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് തന്നെയാണ് രണ്ട് ആംഗിൾസും തന്നിട്ടുള്ളത്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻസ് രണ്ടും തന്നിട്ടുള്ളത് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നാണ്. അതായത് കോമൺ എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്നാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ടവറും ഡിപ്രഷൻ ആംഗിൾ ടു ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഇതാണ് ടോപ്പും ഇതാണ് ഫൂട്ടും. ഇവിടേക്ക് ഒന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്, ഒന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. ഡിപ്രഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ആംഗിൾ ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിപ്രഷൻ ആംഗിൾ 45 degree ആണ് തന്നിട്ടുണ്ട്. 45 degree ആക്ച്വലി നിങ്ങൾ നോർമലുമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇതാണ് ആക്ച്വലി ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഈ രണ്ട് ലൈൻസും പാരലൽ ആയതുകൊണ്ട് തന്നെ ഇതും എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ടാണ് ഈ 45 degree നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങോട്ടേക്ക് എടുത്ത് മാർക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 45 degree മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇവിടേക്ക് എടുത്ത് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്താൽ മതി. ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് h ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് CD is equal to h meter. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. വി ക്യാൻ കൺസിഡർ ഇൻ ട്രയാങ്കിൾ ABD. ABD എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ AB by BD is equal to tan 45 or AB is equal to BD. tan 45 എത്രയാണ്? 1 ആണ്. That is AB is equal to BD equal to, you got it as 7 meter. അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി BD എത്രയാണോ അത് തന്നെയായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? AE വരുന്നുണ്ടാവുക അല്ലെ.
BD ഈക്വൽ ടു എന്താണ് AE ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ. ആൾസോ DE is equal to AB is equal to 7 മീറ്റർ. അതായത് പാരലൽ ആയിട്ട് കിടക്കുന്ന എല്ലാം എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഇസ് 7 മീറ്റർ, ആൾസോ ദിസ് ഇസ് 7 മീറ്റർ. അപ്പൊ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ CEയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്തുകൂടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഫോർ ദാറ്റ് ഇൻ ട്രയാങ്കിൾ CEA, CE by AE is equal to, ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാരലൽ ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. CE we don't know, CE by AE എത്രയാണ്, H is equal to tan 60 എത്രയാണ്, √3. സോറി, AE is 7 കേട്ടോ, ഇത് 7 ആണ്. or CE is equal to 7√3 മീറ്റർ. അപ്പൊ CE നമുക്ക് എത്രയാന്ന് കിട്ടി, 7√3 മീറ്റർ ആണ് കിട്ടി. Now H, so CE is 7√3 മീറ്റർ. So CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, CE plus DE ആണ്. 7√3 plus 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 7 into √3 plus 1 മീറ്റർ കിട്ടി. Next we are moving on to next question. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So this is our next question. ഇത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ കേസ് ബേസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഷിപ്പ് അപ്രോച്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേസ് ബേസിൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് ചോദിക്കാനും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിക്കുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത്രയും നല്ല നല്ല റെലവൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. We will read the question. As observed from the top of a 75-meter lighthouse from the sea level, the angles of depression of two ships are 30 degree and 45 degree. Okay. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് ഷിപ്പ് അപ്രോച്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 30 ഡിഗ്രിയും ഒന്ന് 45 ഡിഗ്രിയാണ്. ദാറ്റ് ഇസ് ഇതാണ് 30 ഡിഗ്രി, ഇതാണ് 45 ഡിഗ്രി. അടുത്തേക്ക് എത്തുമ്പോഴാണ് ആംഗിൾസ് ഗ്രേറ്റർ ആവുക കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് 13, ഇത് 45 ആണ്. തിരിച്ചെഴുതരുത്, ഇത് 45, ഇത് 13 എഴുതരുത്. അപ്രോച്ച് ചെയ്യുന്നതോറാണ് ആംഗിൾസ് എന്ത് ചെയ്യുക, ഗ്രേറ്റർ ഇൻ വാല്യൂ ആവുക. ഓക്കെ, ഡിപ്രഷൻ ആംഗിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇവിടെ 13 ഇവിടെ 45 കൊടുക്കണം. നേരെ ആൾട്ടർനേറ്റ് എടുക്കുമ്പോഴാണ് ഇത് താഴേക്ക് 13, 45 ആയിട്ട് വരുന്നത് കേട്ടോ. If one ship is exactly behind the other on the same side of the lighthouse, അതായത് ഒരു ഷിപ്പ് മറ്റേ ഷിപ്പിന്റെ തൊട്ട് പുറകിലാണ്, വേറെ വേറെ സ്പ്ലിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം ഈ സൈഡിലും, അങ്ങനെയും വരാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒന്നിന് പിറകിലാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത് കേട്ടോ. അങ്ങനത്തെ കേസും വരാറുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഷിപ്സ്, രണ്ട് ഷിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പറ്റൂല്ലേ. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ QP എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഫോർ അനാലിസിസ് in triangle ABQ, AB by BQ is equal to tan 45, AB equal to BQ equal to 75 meter. tan 45 1 ആണ് കേട്ടോ, അതുകൊണ്ടാണ് അത് അവിടെ എഴുതാഞ്ഞത്. So AB equal to BQ equal to 75 meter. In triangle ABP, AB by BP is equal to tan 30, or AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 75 ആണ്. BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് BQ plus QP ആണ് അല്ലെ. ഈക്വൽ ടു tan 30 എത്രയാണ് 1/√3 ആണ്. or 75 into √3 is equal to BQ plus QP. നമുക്ക് എന്താ വേണ്ടത്, QP ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. BQ എത്രയാണ് നമുക്കറിയാം,
ഇസ് ഈക്വൽ ടു BQ 75 ആണ് പ്ലസ് QP ഓൾ 75 ഇൻറ്റു √3 മൈനസ് 1 ഇസ് ഈക്വൽ ടു QP. അതെങ്ങനെ കിട്ടിയത്? 75 √3, ഈ 75 ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും, ഈക്വൽ ടു QP. 75 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 75 ഇൻറ്റു √3 മൈനസ് 1 ഇസ് ഈക്വൽ ടു QP. ഇത്രയും മീറ്റർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷിപ്സ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ആൾറെഡി ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 1.5 മീറ്റർ ടാൾ ബോയിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 15th 16th ആക്ച്വലി നമുക്ക് സിലബസ് പ്രകാരം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. സോ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.